കർത്താവിൻ്റെ ജീവിതത്തിലെ പെസഹ രഹസ്യങ്ങളെ അനുസ്മരിക്കുന്ന ആഴ്ചയാണ് വലിയ ആഴ്ച. നാം ദുഃഖശനിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിന് വലിയ ശനി എന്ന് പറയാം. ഓശാന നാളില് യേശു ആഘോഷത്തോടുകൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാന വിളികളോടെ ശൈത്യക്കൊമ്പുകൾ പിടിച്ചുകൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു എന്ന സംഭവം നമ്മൾ ശ്രമിച്ചു. പെസഹ വ്യാഴാഴ്ച യേശു മനുഷ്യനുള്ള സ്നേഹത്താൽ എന്നും മനുഷ്യരോടുകൂടി ആയിരിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യം എന്ന കൂദാശ സ്ഥാപിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കാരുണ്യമായതുകൊണ്ടാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, യേശുവിന്റെ അനുകാരികൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ആ സ്നേഹവും കൂട്ടായ്മയും ശുശ്രൂഷ മനസ്ഥിതിയും കാണിക്കാൻ വേണ്ടി യേശു ശിഷ്യരുടെ പാപങ്ങൾ കഴുകി. ആ പാപങ്ങൾ കഴുകുന്നതിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കടമയുണ്ട്. നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാണ്. ഓരോ വ്യക്തിയും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും ശുശ്രൂഷ ചെയ്യാനും, പ്രത്യേകിച്ച് രോഗികൾ ആവശ്യകരെ ശുശ്രൂഷിക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയും കടമയും ഉണ്ട് എന്നുള്ള കാര്യം യേശുവിന്റെ കാല് കഴുകല് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ഇന്നും വീണ്ടും ദുഃഖശനിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദുഃഖശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശനി. ഇത് പാരമ്പര്യമായിട്ട് മാമോദീസായുടെ ദിവസമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുഃഖശനിയാഴ്ച തിരുക്കർമ്മങ്ങളോടുകൂടി മാമോദീസ നടത്തുന്ന ക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ അധികമില്ലാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ. അത് അവരുടെ സൗകര്യം അനുസരിച്ച് നടത്തുന്നതുകൊണ്ട് മാമോദീസ ദുഃഖശനിയാഴ്ച നടത്താൻ കഴിയുന്നില്ല. എന്നാലും ഞാൻ ചന്ദ്രികാമ്പാറ ഇടവകയിൽ എത്തുന്ന വർഷത്തില് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാമോദീസ നടത്തിയിരുന്നു. അവിടെ അന്വേഷിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മാസമൊക്കാത്ത കുട്ടികളൊക്കെ ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ 14 കുട്ടികളുടെ ലിസ്റ്റ് കിട്ടി. 14 കുട്ടികളെ കർമ്മത്തോടുകൂടി ചന്ദ്രികാമ്പാറയിൽ ചെന്ന വർഷം അവിടെ എല്ലാ വർഷവും പിള്ളേരുണ്ടായിരുന്നു. 260 വീട്ടുകാരുണ്ട്. പിള്ളേര് 760ഓളം കുട്ടികൾ വേദപാഠം പഠിക്കുന്നവരുണ്ട്. ഒത്തിരി കുട്ടികളുള്ള കാലമാണ്. ഇന്ന് കുട്ടികളില്ലാത്തതുകൊണ്ട് ഇന്ന് മാമോദീസയെ പറ്റി പറയുന്നേ ഉള്ളൂ. കർമ്മങ്ങൾ നടത്താനായിട്ട് ഉള്ള മാംസ മുക്കാനായിട്ട് കുട്ടികൾ ആകാത്തത് കൊണ്ട് നടക്കുന്നില്ല. ദുഃഖശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യാശയുടെ കാത്തിരിപ്പിന്റെ, നമ്മുടെ വേദനകൾക്കുള്ള ഉത്തരം നൽകുന്നതിന്റെ ദിനമാണ് ദുഃഖശനി എന്ന് പറയുന്നത്. പൗലോസ്ലീഹായുടെ ലേഖനത്തില്, റോമാക്കാർക്കുള്ള ലേഖനത്തില് മാമോദീസയെ പറ്റി പറയുന്നുണ്ട്. എന്താണ് മാമോദീസ? വളരെ മനോഹരമായിട്ട് മാമോദീസയെ പറ്റി പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. യേശുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലുമുള്ള ഉയർപ്പിലുള്ള പങ്കുപറ്റലാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. അവന്റെ മരണത്തെ ഐക്യപ്പെടുത്തി ജ്ഞാനസ്നാനത്താൽ നാം അവിടത്ത് സംസ്കരിക്കപ്പെട്ടു. പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരെ നാം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സാധിച്ച ഒരു മനുഷ്യ അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിൽ അവൻ ഐക്യപ്പെട്ടിരിക്കും. ഇനി നമ്മൾ പാപത്തിന് അടിമകളാകാത്ത വിധം പരിപൂർണമായി ശരീരം നശിപ്പിക്കാൻ മുമ്പിലെ പഴയ മനുഷ്യനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ പെസഹ രഹസ്യത്തില്, അവിടുത്തെ കുരിശു മരണത്തിലും പുനരുത്ഥാനത്തിലുമുള്ള പങ്കുപറ്റലാണ് മാമോദീസ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തില് കൊച്ചിനെ മുക്കുമ്പോഴ് അത് പാപത്തിനുള്ള മരണത്തെയാണ്, അന്ധകാര ശക്തികളെ ഉപേക്ഷിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. വെള്ളത്തിലെ മുക്കുന്നത് മാംസമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പുതുജീവനെ കാണിക്കുകയാണ് കുട്ടി. വെള്ളത്തിലേക്ക് മുക്കുന്ന പാരമ്പര്യമുണ്ട്. തലയിൽ വെള്ളമൊഴിച്ച് മാംസം മുക്കുന്ന പാരമ്പര്യങ്ങളൊക്കെ സഭയിലുണ്ട്.
ഇപ്പോൾ മാംസം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫോർമുല പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ മാംസമുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ, ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. അപ്പോൾ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പ്രായമായാണ് മാമോദിസ സ്വീകരിക്കുന്നെങ്കിൽ വിശ്വാസത്തെ പറ്റി പഠിപ്പിച്ചിട്ടാണ് മാമോദിസ നൽകേണ്ടത്. ശിശുവിനെ മാമോദിസ മുക്കുന്നത് മാതാപിതാക്കളുടെ വിശ്വാസത്തിലേക്കാണ്. അവര് കുട്ടിയെ വിശ്വാസത്തിൽ വളർത്തുമെന്നുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ അവരെ ആ വളർത്തലിന് സഹായിക്കാനായിട്ട് കൂട്ടുത്തരവാദിത്വം വഹിക്കുന്നവരാണ്. മാതാപിതാക്കൾ ഉചിതമായ രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സഹായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളവരാണ് ജ്ഞാനസ്നാന പിതാക്കൾ, ഗോഡ് പേരൻസ് എന്ന് പറയുന്നവര്. ആദ്യത്തെ വിശുദ്ധ ഗ്രന്ഥ വായനയിൽ ദൈവ അബ്രാഹത്തിന് വാഗ്ദാനം പ്രകാരം നൽകിയ മകനാണ് ഇസഹാക്ക്. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് പോയി ആ മല ഇന്നത്തെ പഴയ ജെറുസലേം ദേവാലയത്തിന്റെ അവിടെ ഒരു പീഠക്കല്ലുണ്ട്. ആ കല്ലിലാണ് അവിടെയായിരുന്നു ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് എന്നൊരു പാരമ്പര്യമുണ്ട്. എന്തായാലും ദൈവം അബ്രാഹത്തിന്റെ മനസ്സളക്കാൻ വേണ്ടിയിട്ടാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ഇസഹാക്ക്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസഹാക്ക്. ആ ഇസഹാക്കിനെ പോലും ദൈവത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഇസഹാക്കിനെ പോലും സമർപ്പിക്കുവാനായിട്ട് അബ്രാഹം സന്നദ്ധനാണെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടില്ല. കുഞ്ഞിനെ വീണ്ടെടുത്തു. അതാണ് ഇസഹാക്ക്. ഇനി മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ നമുക്ക് പ്രിയപ്പെട്ട ഒത്തിരി ഇസഹാക്കുകളുണ്ട്. ചിലപ്പോൾ മനുഷ്യന്റെ നിലനിൽക്കുന്ന ജീവിതത്തിൽ നമുക്ക് പ്രിയപ്പെട്ട പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേർപിരിയേണ്ടി വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ മരിച്ചു പോയെന്ന് വരും. ഒരു അച്ഛന്റെ അമ്മ മരിച്ചു, 60 വയസ്സുള്ള അച്ഛനെ വിളിച്ച് അനുശോചനം അറിയിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസറായിരുന്നു, ഏതാനും വർഷങ്ങളായിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രായമാകാതെ, 60 വയസ്സ് എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊന്നുമല്ല, പ്രായമാകാതെ മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു, പ്രത്യേകിച്ച് അമ്മമാര് മരിച്ചാൽ അത് മക്കൾക്കെല്ലാവർക്കും കൂടിയ വേദനയുണ്ടാക്കും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ കടന്നു പോകുമ്പോൾ അത് ഇസ്ഹാക്കിനെ സമർപ്പിക്കുന്നത് പോലെയാണ്. ദൈവത്തിന്റെ ഹിതത്തിന് നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് അവിടെ നടക്കുക. ഇതുപോലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു വ്യക്തിക്ക് ഗുരുതരമായ രോഗാവസ്ഥയുണ്ടാകുമ്പോൾ, രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ജീവിതത്തെ പറ്റി പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെയും പ്രതിസന്ധികൾ ഉണ്ടാകാം. കാരണം കുറേയേറെ വർഷങ്ങൾ ജീവിക്കാമെന്ന് കണക്കൂട്ടിയിരുന്ന വ്യക്തി മരണവുമായിട്ട് പെട്ടെന്ന് മല്ലിടേണ്ടതായിട്ട് വരുന്ന രോഗാവസ്ഥ കടന്നു വരുമ്പോൾ അത് സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തി ചെയ്യേണ്ടതായിട്ട് വരിക. ഈ മത്സരത്തിന്റെ ഒരു യോനാ പ്രവാചകന് ദൈവത്തിന്റെ തിരുഹിതത്തിന് എതിര് നിന്ന വ്യക്തിയാണ്. മാനസാന്തരം പ്രഘോഷിക്കാൻ വേണ്ടി നിലുവയിലേക്ക് പോകാൻ പറഞ്ഞ പുള്ളി നേരെ ഓപ്പോസിറ്റ് വേറെ വഴിയിലേക്ക് പോകുക. ബോംബെയിലേക്ക് പോകാൻ പറയുന്ന വ്യക്തി മദ്രാസിലേക്ക് പോകുന്നത് പോലെ, അതുകൊണ്ട് കപ്പലൊക്കെ ഉണ്ട്. ഏതായാലും കപ്പല് വലിയ തിരമാല കോളുകളൊക്കെ പിടിപ്പെട്ടു. ഇതിന്റെ പ്രശ്നക്കാരൻ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യോനാ പ്രവാചകൻ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു, മത്സ്യം വിഴുങ്ങി. അതാണ് ഇതൊരു സാരോപദേശ കഥയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികള്, അപ്പോൾ ഇവിടെ ഈ പ്രവാചകൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ചല്ല പ്രവർത്തിച്ചത്. അതുകൊണ്ട് തിമിംഗലം വെട്ടിവിഴുകിയ തിമിംഗലം കൊണ്ട് ചർജിത്തിന്റെ നിലുവയിലാണ്. അവിടെ ചെന്ന് അനുതാപം പ്രഘോഷിച്ചു. എല്ലാവരും രാജാവ് അടക്കം തന്നെ പരിഹാരം ചെയ്ത് അങ്ങനെ
ശിക്ഷകളിൽ നിന്ന് വിമുക്തമായി എന്നുള്ള വലിയൊരു ധാർമ്മിക സത്യം അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. റോമാക്കാരുടെ ലേഖനം 6:3 വരെ പറയുന്നത്, മിശിഹായോട് ഐക്യപ്പെടാൻ മാംസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാംസ സ്വീകരിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ഇതും പൗലോസ്ലീഹ പറയാണ്, മാമോദീസ വഴി നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം മിശിഹായിലൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ പാപത്തിന് മരിച്ച് യേശുവിലുള്ള ജീവിതമാണ് മാംസ വഴി നടക്കുന്ന നവജീവിതം. പാപത്തിന് മരിച്ചു കുത്തുന്നതിനായി യേശുവിനോട് കൂടി പങ്കുചേരുക എന്നുള്ളതാണ്. ആദിമ സഭയില് ദീർഘമായി ഒരുക്കത്തിന് ശേഷം ദുഃഖ ശനിയാഴ്ചയാണ് മാംസ നൽകിയിരുന്നത്. അതിന്റെ കാരണമുണ്ട്. ദീർഘമായുള്ള വിശ്വാസത്തെ പറ്റി പഠിച്ചുകൊണ്ടിരുന്ന ആദിമ കാറ്റക്കുമൻ വിശ്വാസത്തെ പറ്റി പഠിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് ക്രൈസ്തവരാകാൻ ഒരുങ്ങിയിരുന്ന ആളുകള്, അവർക്ക് ദുഃഖശനിയാഴ്ച അവർക്ക് മാമോദീസ നൽകി ഈശോയുടെ ഉയർപ്പ് തിരുനാളിൽ ആഘോഷമായിട്ട് അവർക്ക് പങ്കെടുക്കാൻ വേണ്ട സാഹചര്യം. ഇപ്പോൾ ഒരുക്കത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും കാലഘട്ടങ്ങൾ പൂർത്തിയാക്കി അവര് യേശുവിന്റെ ഉയർപ്പ് തിരുനാളിൽ ആഘോഷത്തോടെ പങ്കുപറ്റുകയാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്നുണ്ട്, പാതാളത്തിലേക്ക് ഇറങ്ങി. എന്തായി പാതാളം എന്ന് പറയുന്നത്? അത് ഷിയോൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് യേശു മരിച്ച ആളുകള് പഴയ നിയമത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് ഷിയോൾ. അതിന് അബ്രാഹത്തിനെ മടി എന്ന് പറയാറുണ്ട്. നീതിമാന്മാരായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അബ്രാഹത്തിന്റെ മടിയിലാണ് കഴിയുക എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് സത്യമായിട്ടും അവിടുന്ന് മരിച്ചവര് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് യേശു, അതാണ് പാതാളത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാല് സത്യമായിട്ടും യേശു മരിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അരിമത്തയാക്കാരൻ ജോസഫിന്റെ ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറ യേശുവിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ലുരുട്ടി മാറ്റി രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ ധവളം. ദൂതൻ പറയുകയാണ്, സന്ദർശിക്കാൻ നിവാസിനോട് പറയാണ്, ക്രൂശിക്കപ്പെട്ട ഈശോ ഇവിടെയില്ല. ആ സ്ത്രീകളിൽ ചെന്നത് സുഗന്ധ വസ്തുക്കള് യേശുവിന്റെ ഭൗതികശരീരത്തിൽ അത് പുരട്ടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. ക്രൂശിക്കപ്പെട്ട യേശു ഇവിടെ ഇല്ല എന്ന് ദൂതൻ പറയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നതാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുഃഖശനിയാഴ്ച രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്മരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ സ്വീകരിച്ച മാമോദീസ, അതിന്റെ നവീകരണം. പഴയ പാരമ്പര്യം അനുസരിച്ച് നമ്മൾക്ക് ശിശുക്കളായിരുന്നപ്പോഴാണ് സ്വീകരിച്ചത്. മാതാപിതാക്കളുടെ വിശ്വാസത്തിലേക്ക് 8-ാം ദിവസമൊക്കെയാണ് മാംസ നടത്തിയിരുന്നത്. പിന്നീട് കുറച്ചുകൂടി സാഹചര്യം ഒക്കുന്ന സമയത്തേക്ക് മാറ്റി. എങ്കിലും പഴയ പാരമ്പര്യം 8-ാം ദിവസമാണ്. അപ്പോൾ മാതാപിതാക്കളുടെ വിശ്വാസത്തിലേക്കാണ് കുട്ടിയെ മുക്കുന്നത്. വിശ്വാസ പ്രമാണം കുട്ടി ഏറ്റുചെല്ലുന്നത് ജ്ഞാനസ്നാന പിതാക്കളാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് അത് ഏറ്റുചെല്ലുന്നത്. അപ്പോൾ നമ്മൾ പരിചരിച്ച വെള്ളം തളിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിച്ച മാമോദീസായി അനുസ്മരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. രണ്ടാമതായിട്ട് ദീപം തെളിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാവുന്നതിനെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉയർന്നു വരുന്ന നമ്മൾ ഒരുങ്ങുന്ന അവസരമാണ്. ഇന്ന് നമ്മൾ വലിയ ശനി ആചരിക്കുകയാണ്. നമ്മുടെ മാമോദീസായുടെ നവീകരണം പ്രാർത്ഥനകൾ ഇന്നുണ്ട്. മാംസാസ്വരിച്ച് നാം എല്ലാവരും സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ യേശുവിന്റെ പഠനങ്ങളനുസരിച്ചും സ്നേഹത്തിന്റെ കൽപ്പനയനുസരിച്ചും ജീവിതം ക്രമീകരിക്കേണ്ടവരാണ്. അപ്പോൾ സ്നേഹത്തിന്റെ കൽപ്പന അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ കൂട്ടായ്മയിലും സ്നേഹത്തിലും വ്യാപരിക്കുവാനും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച
നന്മയിൽ നിലനിൽക്കും, പാപവും പാപസാധ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, സാത്താനെയും അവന്റെ പ്രലോഭനങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സത്യ ലോകത്തിന്റെ പ്രകാശമായ യേശുവിൽ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ നമുക്ക് നവീകരിക്കാം. അതിന് നമ്മുടെ നാഥനും രക്ഷകനും കർത്താവുമായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.